തെളിവില്ലെന്ന് മനസ്സിലാക്കിയ വിൻസെന്റ് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ചു. കേസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ പീഡന കേസിൽ വിൻസെന്റ് കസ്റ്റഡിയിലാവുകയായിരുന്നു. ആ കേസിന്റെ പേരിൽ നിരവധി അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. വിൻസെന്റിന്റെ തിരോധാനവും വിൻസെന്റിന്റെ ഭാര്യ മേഴ്സിയുടെ ദുരൂഹ മരണവും അന്ന് തേഞ്ഞുമാഞ്ഞു പോയെങ്കിലും KGS ഈവനിങ്സ് ഇപ്പോൾ ഇത് അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. നാളെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഭൂമാഫിയയുടെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. ഇവളെവിടെ പോയിട്ടാ വരുന്നെന്ന് ചോദിക്കുക. നമ്മളെ എല്ലാവരെയും കൂടെ ജയിലിൽ അടയ്ക്കാനുള്ള വഴി നോക്കിട്ട് വന്നിരിക്കേ ഇവിടെ. ചോദിക്കാനൊന്നുമില്ല, മറുപടി ഞാൻ തരാം. ആൻസി കുഞ്ഞമ്മയുടെയും KGSന്റെ അടുത്ത് തന്നെയാണ് ഞാൻ വരുന്നത്. അതിന്റെ റിസൾട്ട് ആണല്ലോ നിങ്ങളിപ്പോ ഈ ന്യൂസിൽ കണ്ടോണ്ടിരിക്കുന്നത്. പല്ലവി നിന്റെ പപ്പയും മമ്മിയും നിൽക്കുന്നത്, നിന്നെ പ്രസവിച്ച അമ്മ, ഇവരെ കൊണ്ട് ജയിലിൽ അടക്കണമെന്നാണോ നീ പറയുന്നത്? ചിറ്റപ്പാ, ഞാൻ കേസൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. വഴിയെ പോകുന്നവരുടെ പേരിൽ അന്വേഷണവും വരില്ല. ഈ കോടനാട് കഴിയുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചിറ്റപ്പനും ആദ്യമായിട്ടല്ലേ കേൾക്കുന്നേ? ഇതിന്റെ പിന്നിൽ കുറെ കഥയുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഇനിയിപ്പോ പോലീസും നിയമവും കോടതിയൊക്കെ നോക്കിക്കോളും എല്ലാം. ആ ദേ വന്നല്ലോ നിങ്ങളുടെ മോൻ. ഇവന്റെ പേരിലും കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഇവന് യോഗ്യതയുള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ കുടുംബത്തിൽ തന്നെ വന്ന് കേറി. എത്ര പെമ്പിള്ളേരെ ശാപം വാങ്ങിച്ചു വെച്ചേക്കുന്നേ. ഈ കുടുംബത്തിൽ വന്ന് കേറാതിരിക്കാൻ പറ്റുമോ? അതാ വിധി, മുകളിൽ നിന്നുള്ള പണിഷ്മെന്റ് ദൈവത്തിന്റെ. ആൻസി കുഞ്ഞുമേളോട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവന്റെ ഭാര്യയായിട്ട് ഞാനും അകത്ത് കിടന്നേനെ. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങളിലുള്ളൂ വിഷമം. ഒന്ന്, ഈ മരതകം വീട്ടിൽ വന്ന് പിറന്നത്. പിന്നെ ചിത്ര ആദിത്യന്റെ മകളെന്ന ലേബൽ. ഇനി ആ 2 ലേബലും എനിക്ക് വേണ്ട. നീ ഇറങ്ങി പോടി. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇറങ്ങിപ്പോകാൻ. പിന്നെ എന്തിനാ കയറി വന്നത്? കയറി വന്നതിനെ കാരണമുണ്ട്. ഈ ചിറ്റപ്പനോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. ആൻസി കുഞ്ഞമ്മയുടെ ഭർത്താവ് നിലയ്ക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന നിലയ്ക്കും. പക്ഷെ ഇപ്പൊ ആ സ്ഥാനം ഞാനങ്ങ് ഒഴിഞ്ഞു. ഒഴിഞ്ഞാ നീ അങ്ങ് ഇറങ്ങടി. നീ കുടുംബത്തിൽ നിൽക്കുന്നതാ ഇവിടെ ഉള്ളവരുടെ ശാപം. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മരതകം വീട്ടിലെ ഇളയ സന്തതിയായിട്ടെ പല്ലവിന് ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഇവിടെ തന്നെ കാണും. കൂട്ടത്തോടെ ഈ വീട്ടിലെ എല്ലാത്തിനെയും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്ന കാഴ്ച കാണാൻ ഞാൻ ഇവിടെ തന്നെ കാണും. ചിറ്റപ്പാ, നിങ്ങളും കുരുങ്ങിയിരിക്കുക. ആൻസി കുഞ്ഞുവിടെ ചെയ്ത പാപത്തിനെ അനുഭവിക്കാതെ പോവാൻ പറ്റില്ലല്ലോ. ആ പാവത്തിന്റെ കണ്ണീന്ന് വീഴുന്നതേ ചോരയാ. അനുഭവിക്ക തന്നെ ചെയ്യൂ അതിന്. ചിറ്റപ്പ, ഒന്ന് പുറത്തേക്ക് വാ. കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. വാ ചിറ്റപ്പ. പറമോനെ പറ. ചിറ്റപ്പ, ചിറ്റപ്പൻ ഇതുവരെ അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. എന്നെ ഒഴിവാക്കി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കോടനാട് കേസും കൊലപാതകവും അന്വേഷണമൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നോ കേട്ട് മറന്നൊരു കാര്യം. പക്ഷേ ആദ്യം ചേട്ടൻ പറയുന്നു, പല്ലവി പറയുന്നു ഒരേ കാര്യമോ? ഞാൻ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയാവുന്നത്? എനിക്കെന്താ കൺസ്ട്രക്ഷൻ ഉണ്ടോ? വില്ല പ്രോജക്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഞാനെങ്ങനെ ഈ കേസിനകത്ത് വരിക? 10-17 വർഷം മുമ്പ് ചേട്ടൻ ഈ കേസിൽ പ്രതിയായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി തെളിയിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ ആൻസി ചെയ്യിക്കുന്നതാ. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. ശരിയാ ചിറ്റപ്പ, 100% ശരിയാ. ചിറ്റപ്പനാണ് അവളുടെ ശത്രു. കണ്ടില്ലേ അവള് KGS ഈവനിങ്സിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടത്? ആരെ ആക്രമിക്കാനാ? ചിറ്റപ്പനെ. ചിറ്റപ്പ,
ഈ കൺസ്ട്രക്ഷൻ കേസൊക്കെ പണ്ടേ വന്നു പോയതാ. ആ കേസൊക്കെ അങ്ങനെ നടന്നോട്ടെ. പക്ഷേ ചിറ്റപ്പനെ കൂടെ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് അവളുടെ ഐഡിയ. നമ്മളെ മാനസികമായി തകർക്കണം എന്ന് വെച്ചാൽ ചിറ്റപ്പനെ തകർക്കണം. ഈ സിനിമ പ്രോജക്റ്റ് നടക്കരുത്. അത് അവളുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. നിങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കണം, അതും അവളുടെ ലക്ഷ്യമാണ്. കണ്ടില്ലേ നമ്മുടെ പല്ലവിയെ തന്നെ അവൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിറ്റപ്പൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ പ്രതിപ്പട്ടിക വരുമ്പോൾ ചിറ്റപ്പൻ്റെ പേരും വരും 1 or 2 സ്ഥാനത്ത്. അതിലുള്ള നീക്കവാ അവളും ആ കേജസും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോനെ, അവൾക്ക് അത്ര വാശിയാണെങ്കിൽ നമ്മളെന്തിനാ വിട്ടുകൊടുക്കുന്നേ? നമ്മുടെ വക്കീലൊട്ടും മോശമല്ല സേതുപതി സാറ് വരട്ടെ. ഇവിടെ എല്ലാരെയും കൂടി അങ്ങ് ജയിലിലാക്കുന്നല്ലേ പല്ലവിയും അവളും അവളുടെ മറ്റവനും കൂടി പറഞ്ഞത്. അത് വെറും സ്വപ്ന, നടക്കത്തില്ല. 10-18 വർഷം എന്റെ ചൂട് പറ്റി കിടന്നിട്ട് അവളുടെ നല്ല മതി വല്ലവന്മാർക്കോ കൊടുത്ത് എന്നെ നശിപ്പിച്ച് എന്റെ കുടുംബത്തെ നശിപ്പിച്ച് എന്റെ മക്കളെ നശിപ്പിക്കാൻ നടക്കുന്നു. എത്ര തവണയായി നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ചിറ്റപ്പ ആ മോഡലിന്റെ കാര്യമാണ്. ആ ബേബിച്ച, ഞങ്ങളിപ്പോ അവന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. മറ്റവന്റെ ആ മോഡല്. അത് പറയാനാട്ട ഞാനിങ്ങോട്ട് വന്നത്. ഈ KGF ഈവനിങ്സ് കണ്ടപ്പോഴേ ഞാനിങ്ങോട്ട് വിചാരിച്ചു ഇവിടെ എല്ലാരും കുരുങ്ങുന്ന്. പുറത്ത് ഭയങ്കര ചർച്ചേട്ടാ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് നിറയാ. ഈ ആൻസി വർഗീസിന് ഭയങ്കര സപ്പോർട്ടാട്ടാ. എല്ലാം തുറന്നടിച്ച പെണ്ണിനെ ആരാധകരങ്ങോട്ട് വളരെ കൂടി. നിമിഷങ്ങൾക്കുള്ളില് മൊത്തത്തിൽ അങ്ങോട്ട് ഇളകിയിരിക്കുക. ഗവൺമെന്റും പോലീസും എല്ലാം. ദേ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിംഗ് നടക്ക. ഈ കോടനാട് കേസ് പിന്നെ അന്വേഷണത്തിന് പോണെന്ന്. അപ്പൊ പിന്നെ കൃഷിമോനെ ഇങ്ങനെ നോക്കി നിന്നാ ശരിയാവില്ല എന്ന് എനിക്കും തോന്നി. ഞാനേ അവന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്നാ അത് ചെയ്യ്. കൂടെ കിടന്നവൻ വരുമ്പോ അതോടെ തീരുമല്ലോ അവളുടെ ഇമേജും ആരാധകരും ഒക്കെ. ഋഷിമോനെ, നീ അവനെ കൊണ്ട് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കണം. അതോടെ തീരും ഈ കേജീസും ആ മറ്റുള്ളതും ഒക്കെ. മോനെ ഋഷി, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങോട്ട് വാ. എടി വച്ചേ കറി എടുത്ത് കളയണോ അത് ഇവിടെ വെക്കണോ? അതെ, ഞങ്ങൾ കഴിച്ച പാത്രം കഴിയൊക്കെ എനിക്കറിയാം. നിങ്ങളൊന്നും ചെയ്യണ്ട. എന്നാ നീ അങ്ങോട്ട് ചെയ്യ്. ഒരു ജോലി ചെയ്യുന്നില്ലല്ലോ. വന്നേക്കുന്നു. മിക്കവാറും ഞാൻ അവർക്ക് സൈനൈഡ് കൊടുക്കേണ്ടി വരും. ഇന്ന് ചായ ചായ. എടി എന്റെ 2-3 ഷർട്ടും കൂടെ എടുത്ത് വെച്ചേക്കട്ടെ. ബേബി ചെയ്യാൻ 2-3 ദിവസം എന്ന് പറഞ്ഞാലുവേ പിന്നെ നിൽക്കേണ്ടി വന്നാലോ? ഒരു കരുതലൊക്കെ വേണ്ടായോ? അത് ശരിയാ, എനിക്കും അങ്ങനെയൊക്കെ തോന്നി. എന്റെ എല്ലാം അയൺ ചെയ്തായിരുന്നോ? സാരി 2 അയൺ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എടുക്കണോ? സാരി 2 മതി. ചുരിദാർ 3 വേണം. ഞാൻ എടുത്തുതരാം. ഈ കല്യാണത്തിന് പോകുമ്പോ ഇടുന്നൊക്കെ. എടി സാരിയല്ലേ നിനക്ക് ചേരുന്നേ? ചുരിദാർ മതി, എന്നാലേ ചെറുപ്പം തോന്നത്തുള്ളൂ. എടി ചുരിദാർ ഇട്ടാലും നിന്റെ പ്രായമൊന്നും കുറയാൻ പോകുന്നില്ല. എന്റെ പ്രായത്തിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. തിങ്കളാഴ്ച കൂടെ ലീവ് എടുക്കേണ്ടി വരുമെന്നാ എനിക്ക് സംശയം. എടി നീ ഒരാഴ്ചത്തേക്ക് അങ്ങ് എടുത്തോ? മനുഷ്യ ലീവില്ല, മൊത്തം എടുത്തു. ചേച്ചിയുടെ കാര്യത്തിൽ ഇവിടെ വന്നും പോയി വല്ല സമാധാനം കിട്ടിയിട്ടുണ്ടോ? എത്ര ലീവാ എടുത്തത്? എടി ബേബി ചെയ്യാൻ പറഞ്ഞ അനുസരിച്ചേ നിനക്ക് ട്രാൻസ്ഫർ കിട്ടും വിത്ത് പ്രമോഷൻ സിറ്റിയിലോട്ട്. അങ്ങനെ തന്നെ ബേബിച്ചായൻ വൈകിട്ട് വിളിച്ചപ്പോഴും പറഞ്ഞത്. അല്ല, നിങ്ങളുടെ ജീപ്പിന് എന്ത് ചെയ്യും? അങ്ങ് വിറ്റാലോ? വിൽക്കുന്ന എന്തിനാടി? സിറ്റിയിലോടാ നമുക്ക്. പിന്നെ ആ പൊട്ട ജീപ്പല്ലേ സിറ്റിയിൽ ഓടുന്നത്. സിനിമാക്കാരുടെ വണ്ടിയൊക്കെ അങ്ങ് കൂടിയതാ, ബെൻസും BMW ഒക്കെ. അതൊക്കെ ഓടിക്കാൻ പഠിക്കണം. ഇത് തെക്കോട്ടും വടക്കോട്ടും തിരിക്കണ പോലെ അല്ല. അതൊക്കെ ഞാൻ അങ്ങ് പഠിച്ചോളാം. ദേ ബാക്കിയോട് അങ്ങോട്ട് തേക്കേ. ഞാനേ എൻ്റെ ചുരിദാർ എടുക്കട്ടെ. ദാ ഈ അയൺ ബോക്സിനൊക്കെ ഭയങ്കര ചൂടാണ്. പുതിയ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ച. എന്തു അച്ഛാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എത്ര തവണ വിളിച്ച എവിടെ പോയി കിടക്കുമായിരുന്നു? എന്തോ എന്തോ KG സാറിന്റെ ആ ആൻസി മോളോ ആണോ? ആ അയ്യോ അച്ഛാ, അന്നേരം എല്ലാത്തിനും അറസ്റ്റ് ചെയ്യോ? കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലേ? ആ TV ന്യൂസോ? ഇപ്പോഴോ?
മോളെ കാണിക്കുന്നുണ്ടോ? ആ ഞാൻ നോക്കാം. പിന്നെ അച്ചായ നമ്മുടെ പരിമലപ്പള്ളിയിലെ ഞാനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ട് അച്ചായ, ഒരു കൂടി മെഴുതൂരി കത്തിച്ചേക്കണേ അച്ചായ. ഞാൻ ചെന്ന് ആനയും അവക്കടെ ഭർത്താവിനെ ഒന്ന് ഇളക്കട്ടെ. ചില്ലറ അഹങ്കാരമല്ലായിരുന്നു അതിനൊക്കെ. വെക്കട്ടെ അച്ചായ, ഞാൻ പോയി ന്യൂസ് കണ്ടിട്ട് വരട്ടെ. ആ ശരി. ഇച്ചായ ഇത് കൊള്ളാല്ലേ? ഇത് മൊത്തം തേച്ചിടണേ. ആ കിട്ടാനുള്ളത് കിട്ടണ്ടപ്പം കിട്ടും. നീയൊക്കെ എന്താ വിചാരിച്ചേ? എന്റെ അച്ചായനും എന്റെ ആൻസിമോളും വെറുതെ ഇരിക്കുമെന്നാ വിചാരിച്ചേ? എടി നീയൊക്കെ വാർത്ത വെച്ച് നോക്കടി. ആ ഭർത്താവായ അനന്തനും കുടുംബക്കാരും മൊത്തം ഇപ്പൊ ആത്താവാൻ പോവാ. നീയൊക്കെ വാർത്ത കണ്ടായിരുന്ന? വന്ന് നോക്കിയാട്ടെ, നിന്റെയൊക്കെ ഞങ്ങളിപ്പോ തീരും. എന്താ ഈ പെണ്ണുമ്പിള്ള പറയുന്നത്? ഈ റിമോട്ട് എടുത്ത് എവിടെ കൊണ്ട് വെച്ചേക്ക നീ കാണാതിരിക്കാൻ വേണ്ടിട്ട്? എനിക്ക് ഭ്രാന്ത് കയറുവോ? ഈ റിമോട്ട് എവിടെ വെച്ചേക്കുന്നേ? ഒളിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും കെട്ടിയോനും കെട്ടിയോളോ. എന്തോ കാര്യമായിട്ടുണ്ട്. അവരിപ്പോ ടി വി വെക്കും. റിമോട്ട് എവിടെ? വച്ച് നോക്കാം. വാ അങ്ങോട്ട്. എടി ആനേ ഇവിടെ വാടി. എടി ആ ടിവിയുടെ റിമോട്ട് എന്തേ? നിങ്ങൾ 24 മണിക്കൂർ സീരിയൽ കണ്ടോണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ? കറണ്ട് ചാർജ് എന്റെ ശമ്പളത്തിൽ ചാർജ് കൊടുക്കാൻ വേണ്ടി അവൾക്ക് ശമ്പളം കൊണ്ട് വരുവാ. ആ ശമ്പളം ഉള്ളിടത്തോട്ടില്ലേ ചെത് കയറുന്നേ. 12 പേരുടെ കീഴിലോട്ട് ചെത് കയറി കൊടുക്കട്ടെ. 2 പോലീസ് ഓണാക്കി അങ്ങോട്ട് കൊടുത്തേ. അത് കാണട്ടെ തള്ള. അത് ഓണാക്കാം. ന്യൂസ് ഒന്ന് കാണട്ടെ. അനന്ത സാർ മേടിച്ചു വെച്ച ടിവിയാ, നശിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അനന്ത സാർ മേടിച്ചു വെച്ച ടിവി എങ്ങനെ ഇരുന്നാലും എന്തോ എന്റെ കൊച്ചിനെ നശിപ്പിച്ചവന്റെ. ആദിത്യ ബിൽഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഉടമസ്ഥാവകാശം കോടികൾ കൊടുത്ത് സ്വന്തമാക്കിയ വിൻസെന്റും ഭാര്യ മേഴ്സിയും കൊല ചെയ്യപ്പെടുകയായിരുന്നു. അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോടനാട് ഹിൽസ് വീണ്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നോ തേഞ്ഞുമാഞ്ഞു പോയി എന്ന് ജനങ്ങൾ വിശ്വസിച്ച കോടനാട് അഴിമതി കഥകൾ ജനശ്രദ്ധയിലേക്കും സർക്കാരിന്റെ മുന്നിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ KGS ഈവനിങ്സ് ആണ്. KGS ഈവനിങ്സിന്റെ ആ റിപ്പോർട്ടിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്റെ മനസ്സിലെ സങ്കടവും വേദനയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ സിമ്പതി നേടാനായിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. KGS ഈവനിങ്സിന്റെ ഈ ഫ്ലോറിൽ ആൻസി വർഗീസ് വന്നിരിക്കണമെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ സാറി വിളിച്ചു പറയുന്ന സത്യങ്ങൾ ശ്രദ്ധിക്കാതെ മാറിപ്പോവാൻ നിങ്ങൾക്ക് ആർക്കും പറ്റാറില്ല അല്ലേ? എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നാട്ടുകാര്, മീഡിയ, സത്യവും അസത്യവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ ഒരു വ്യാജ വീഡിയോ. ഈ ഒരു വീഡിയോ കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എന്റെ സഹോദരങ്ങളെ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും എനിക്ക് നഷ്ടമായി. ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ സ്ത്രീയാ. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാ? എന്റെ കുഞ്ഞെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടോ? അങ്ങനെ തന്നെ വേണം. ഇവന്മാരെല്ലാം കള്ളന്മാരെല്ലാം പിടിക്കണം. സമൂഹത്തിന് മുമ്പേ അറിയണം ഇവന്റെയൊക്കെ കള്ളത്തരങ്ങള്. കോട്ടയം ജില്ലയിലെ പ്രശസ്ത കുടുംബാംഗമായ പാലിയേക്കൽ ലാസർ മകൻ വിൻസെന്റ് കുഴഞ്ഞെന്നാ തോന്നുന്നേ. നീ ചെന്ന് ബേബി ചാനെന്ന് വിളിച്ചേ. തള്ള പറഞ്ഞ പോലെ അങ്ങോട്ട് ചെന്ന് കയറി ചെന്നാലേ കുഴപ്പാവും. നീ എന്ന് വിളിക്കേ. ചെല്ലേ. ആദിത്യന്റെ MD ആയിരുന്ന സ്ത്രീ ദുബായിൽ വെച്ച് വിൻസെന്റുമായി ഇതുകൊണ്ട് എന്തായാലും എന്റെ കുഞ്ഞ് രക്ഷപ്പെടും. പ്രവാസിയായ വിൻസെന്റിനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് താഴത്തെ നിലയിലുള്ള 15,000 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ പർപ്പസിനുള്ളതായിരുന്നു എന്നാണ്. ദൈവമേ വന്നല്ലേ. മോളെ ഇപ്പഴേ മക്കളെ ഒരു സമാധാനമായത്. ഈ അച്ഛനാണെങ്കിൽ ഒന്നും പറയത്തുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ? ഒരു കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമൊക്കെ അവർക്കാ. ബാ മോളെ. അതെ, പുറത്തോട്ട് ഇറങ്ങണ്ട. ബേബി ചായനെ ഫോണിൽ കിട്ടിയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഇല്ലാതായി പോവും. ബേബി ചായനെ കിട്ടിയായിരുന്നോടി? ഇല്ല. എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. ആ എത്ര നേരം കൊണ്ട് കാത്ത് ഇരിക്കുവായിരുന്നു മോളെ. സമാധാനമായത് ഇപ്പഴാ. ഇങ്ങാരാണെങ്കിൽ വിളിച്ചാലും ഫോൺ എടുക്കില്ല. ഞാനങ്ങ് വിഷമിച്ചിരിക്കുവായിരുന്നു. എവിടെ പോയെന്ന് വിചാരിച്ചിട്ട്. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ആനി അലക്സ് ചേച്ചി ഉണ്ട്, അകത്ത് ഇരിപ്പാ മോളെ. മോളെ TV കണ്ടിട്ട് എത്ര പേര് വിളിച്ചതറിയാമോ? അന്വേഷണ. ആരാ വിളിച്ചേ? ലാൻഡ് ഫോൺ ഇല്ലേ മോളെ, അലക്സാ എടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വന്ന് എടുക്കും. വിളിക്കുന്നവരടുത്തൊക്കെ തെറി പറച്ചിലാ. മക്കളൊരു കാര്യം ചെയ്യും, എപ്പോ കുളിച്ചിട്ട് വാ. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി മേലെ എന്തോ ഇതൊക്കെ അകത്ത് പോയി.
എടി അലക്സും അവളൊക്കെ എന്തി? എന്തോ കഴിക്കാനുള്ളത് കൊണ്ട് അകത്തൊരു കഥോടെ ചിരിപ്പാ മണിക്കൂറോളമായി. എടി ആ ബേബി എന്നെ വിളിച്ചോ, പന്തളം ബേബി. പിന്നെ മുട്ടിനടുത്തോളം വിളിയാ. രണ്ടെണ്ണോടെ ഡ്രസ്സും തേച്ച് മടക്കി പെട്ടിയിലെടുത്ത് വെച്ചേക്കുവാ. അവൻ വന്ന് കൊണ്ടുപോകുന്ന എന്തോ പറയാനാന്ന് പറ. അച്ഛാ ഒരു കാര്യം ചെയ്യ, കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാൻ മട്ടനൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. എളുപ്പം വാ കഴിക്കേ. ഈ ബേബി ചായ എടുക്കുന്നില്ലല്ലോ. നീ ഒരു മെസ്സേജ് അയക്കടി. എടാ അലക്സേ, കഥ തുറക്കടാ. ആനിയേ, എടി കഥ തുറക്കടി. നീയൊക്കെ എന്തോ ചെയ്യോ? നിങ്ങൾ അങ്ങോട്ട് പോയി തുറക്ക്. എടി കഥ തുറക്കാൻ. എടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. എടാ അലക്സേ, കഥ തുറക്കടാ. നീ ഒന്ന് തുറന്നു കൊടുത്തേ. ഓ ആനിയേ. എന്താ? ആഹാ, രണ്ടുപേരും ഇവിടെ കഥ പഠിച്ചിരുന്ന് തീറ്റിയാന്നോ? എടാ അവസാനത്തെ അത്താഴം വന്നോടാ. ഞങ്ങളുടെ അത്താഴം പുടക്കൊന്ന് കൊച്ചാപ്പം വിചാരിക്കണ്ട. അതൊന്നും കണ്ട് സന്തോഷിക്കുകയും വേണ്ട. എങ്ങാണ്ടോ പോയി ടി വി കയറുന്ന വർത്താനം പറഞ്ഞെന്ന് വെച്ചേ ഇവിടെയുള്ളവരുടെ അത്താഴം മുടക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ നിന്റെ മറ്റോമാരില്ലയോ, ആ ബേബിച്ചാനും ആ മരുത കുടുംബക്കാരും, ഇനി മൊത്തം കൂടെ ഇനി അത്താഴം ഉണ്ടാൻ പോകുന്ന എവിടാ? അങ്ങ് സെൻട്രൽ ജയിലില്ല. ഒത്തു വന്നാലേ രണ്ടാൾക്കും കൂടാ, വേറെ വഴിയൊന്നുമില്ലല്ലോ. വെറുതെ നെഗളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആൻസി ചേച്ചിയുടെ മക്കള് രണ്ടും അവരുടെ കൂടെ തന്നെയാണേ. അതുങ്ങളെയും കൂടെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. അതുങ്ങളും അവിടെ തന്നെയല്ലേ. പിന്നെ ഇവിടെ വന്ന് തുള്ളിച്ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? എടീ നീ നോക്കിക്കോടി, KJ സാറുണ്ടല്ലോ, വെറുതെ ചൊറിയും കുത്തിയൊന്നും ഇരിക്കത്തില്ല. കൊച്ചുങ്ങളെ കിട്ടാനേ അങ്ങ് ഉടനെ പോവാ. അതുങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരെ കേസ് കൊടുക്കും. അതെ, കോടതി എന്തോ പറഞ്ഞേ? 100 ആണുങ്ങളുടെ കൂടെ കഴിയുന്ന പെണ്ണുമ്പിള്ളയുടെ കൂടെ കൊച്ചുങ്ങളെ വിടരുതെന്ന്. കോടതി ഇനി അത് മാറ്റി പറയണമെങ്കിലേ അവൾ ആ പരിപാടി അങ്ങ് നിർത്തണം. അല്ലെങ്കിൽ KGS അവളോട് കെട്ടിയെന്നുള്ള രേഖ ഉണ്ടാക്കണം. ബേബിച്ചാൻ പറഞ്ഞ എന്തുവാണെന്ന് അറിയാവോ? എടി ആനി, നിന്റെ ചേച്ചിയുടെ 3-4 വീഡിയോ വീണ്ടും ഇറങ്ങാൻ പോവാന്ന്. എടാ എന്റെ കൊച്ചിന്റെ വീഡിയോ ഒന്നും ഇറങ്ങത്തില്ല. ഇനി ഇറങ്ങാൻ പോകുന്നതേ നിന്റെ ഈ പെണ്ണുമ്പിള്ളയുടെയാ. എടി നീ സൂക്ഷിച്ചോടി, പന്തളം ബേബിയെ നിനക്ക് വലിയ ജോലി ഉണ്ടാക്കി തരാൻ പോവില്ലയോ? കള്ളന്മാരുടെ കൂടെ ചെന്ന് കൂടിക്കോ. ഇനി അങ്ങോട്ടുള്ള കാലമേ നിനക്കിനി വലിയ പെരുന്നാളാ. തിന്നടാ തിന്ന്, രണ്ടും കൂടെ തിന്നോ. ഹലോ ആൻസി, വീട്ടിലെത്തിയോ? ആ വന്നു സർ, ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ഫ്രീ ആവുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കേ. കുഴപ്പമില്ല സർ, പറഞ്ഞാട്ടെ. നമ്മളെ അടുത്ത സ്റ്റെപ്പ് മൂവ് ചെയ്യാ. എന്താ സാറേ? ഹൈക്കോടതിയില് ഒരു റിട്ട് ഫയൽ ചെയ്യാൻ പോവാ. റിട്ടോ? എന്താ സാറേ മാറ്റർ? നമ്മുടെ ഈ KGS ഈവനിങ്സില് നമ്മൾ അവതരിപ്പിച്ച വിഷയെ ഗവൺമെന്റ് ഏറ്റെടുത്തു, നടപടിയും തുടങ്ങി. റെഫറൻസ് KGS ഈവനിങ്സ് ആയതുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഗവൺമെന്റ് ചോദിക്കും. അതായത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ വിൻസെന്റിന്റെ തിരോധാനവും അയാളുടെ ഭാര്യയുടെ കൊലപാതകമാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് അന്വേഷണം വഴിമുട്ടിപ്പോയ ഈ കേസ് പുനരന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതി വഴി മൂവ് ചെയ്യണം. അതിനാണ് ഈ റിട്ട്. ഈ വിൻസെന്റ് ആത്മഹത്യ ചെയ്തോ അതോ കൊല്ലപ്പെട്ടോ? ഇനി അതല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് കോടതിക്ക് ചീഫ് സെക്രട്ടറിക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണമൊക്കെ വളരെ പെട്ടെന്ന് നടക്കുമല്ലോ സാറേ? ആവണമല്ലോ. പോലീസ് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഒരുമിച്ച് വരണം. സാറേ, രാജ്മോഹൻ സാർ വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ ആ വഴി മൂവ് ചെയ്യാണ്. അതുകൊണ്ട് ആൻസിയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ കോടതിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക. എന്നാലേ ആൻസിയുടെ വീഡിയോ കേസും ഈ കോടനാട് കേസും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ശരി, ഞാനെന്താ സാർ വേണ്ടത്? ഞാൻ പത്മനാഭനെ അങ്ങോട്ട് അയക്കാം. 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. ഓ, ചെയ്യാം സാർ. പിന്നെ നിറയെ മെസ്സേജസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻസിയെ തള്ളി പറഞ്ഞ വനിതാ സംഘടനകളും കമ്മീഷനും ഒക്കെ മെല്ലെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ സാർ, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ആൻസി എന്താ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാത്തത്? ആ ആശങ്കയൊക്കെ പോയോ? എനിക്കിപ്പോൾ ഒരാശങ്കയില്ല സർ. സാറിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ സേഫാണ്. അവർക്കൊന്നും അവരെ ചെയ്യാൻ സാധിക്കില്ല. ശരി സർ. പിന്നെ പല്ലവി വരുന്ന വഴി വിളിച്ചായിരുന്നു. അവളിത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ലെഫ്റ്റിലേക്ക് പോ, ഡീസൽ വെച്ചിട്ട് പോ. ശരി, ആയിക്കോട്ടെ സർ. മോളെ ഇപ്പൊ ഈ കേസങ്ങ് വലുതാവൂല്ലോ? കേസേ അങ്ങ് വലുതാവണം സുഷു, എന്നാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. മോളെ ഇനിയിപ്പോൾ അവന്മാർ എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നേ? മോക്ക് അതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? സാറേ വല്ലതും പറഞ്ഞു അതിനെപ്പറ്റി? കേസ് നേരിടുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഒച്ചപ്പ. അതാ സാറും പറയുന്നത്. അച്ചായ
പരുമലപ്പള്ളിയിലെ നേർച്ചയുടെ കാര്യമല്ലയോ ആ. ആ അത് ഞാൻ ഏറ്റു. നമുക്ക് ഒരുമിച്ച് പോവാം. ആ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത വേറെ സ്ഥലത്തോടെ ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാടി? ശബരിമലയില് ശയന പ്രദക്ഷിണ 100 തവണ. എത്ര? 100. 41 ദിവസത്തെ കഠിന വ്രതം ഉണ്ട്. ഇറച്ചി മീനൊന്നും കൂട്ടാക്കത്തില്ല. സുഷു, നീ എന്തിനാടി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്റെ കൊച്ചിനോട് ചെയ്തവന്മാരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ കഠിന വ്രതം തന്നെ വേണം. നീ ഇവിടെ കയറി ഇരിക്കുവാണോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരുടെ ഒന്നും വാങ്ങിച്ചു കഴിക്കില്ലെന്ന്. വാടി ഇങ്ങോട്ട്. ആനി ഇങ്ങോട്ട് വാ. അവള് സമാധാനത്തോടെ കഴിച്ചോണ്ടിരിക്കില്ലേ? വിശന്നിട്ട് വന്നതാ കൊച്ച്. ആകെ ഉള്ളൊരു കുഞ്ഞലടി. അതിന് സമയത്തിന് ആഹാരം വെള്ളം കൊടുത്താൽ നിനക്ക് അതങ്ങനെ 24 മണിക്കൂറും കഥ അടച്ച് മുറിക്കാത്ത ഒത്തിരി കുണൂടാ വർത്താനോ? കൊച്ചിനൊന്നും കൊടുക്കത്തില്ല. ചർച്ച ചെയ്യാനേ ഇവിടെ ഇഷ്ടംപോലെ വിഷയമുണ്ടല്ലോ. ഒന്ന് ഒതുങ്ങി വന്നതാ, പിന്നെയും തുടങ്ങി TV കയറി എന്നുള്ള പ്രസംഗം. ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയതാ. ബേബിച്ചേൻ പറഞ്ഞോലേ ഇതൊരു തരം മാനസിക രോഗോ. വാടി ഇങ്ങോട്ട്. അങ്ങോട്ട് വരാൻ. ഇവിടെ എന്ത് ചെയ്യും? സുഷ്മി ചെയ്തേ. സമാധാനത്തോടെ ഇരിക്കെ. വെറുതെ വഷളാക്കണ്ട. ആഹാരം കഴിക്കേ. ഇവള് കുറച്ച് പാഠം പഠിക്കാനുണ്ട്. അതെ, അനുഭവത്തിലേ പഠിക്കത്തുള്ളൂ. വാടി ഇങ്ങോട്ട്. അവക്കടെ ഒരു ബേബി ചായ. 24/10/2019 റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക മിസ്റ്റർ KGS, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെന്തിനാ സാർ? ആ അതാണല്ലോ അയാളുടെ ബുദ്ധി. നേരിട്ട് പിടിക്കില്ല, വളഞ്ഞിട്ട് പിടിക്കും. മിസ്റ്റർ വിൻസെന്റ് ആണ് വിഷയം. അതായത് പാലിയേക്കൽ ലാസർ മകൻ വിൻസെന്റ്. മനസ്സിലായോ? അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് രേഖയില്ല. ഉണ്ടോ? ചിത്രയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ?